ഹായ് ഹോൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആകെ ടയർഡോ, ഭയങ്കര തലവേദനയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തലവേദനയിൽ നിന്നും തലവേദനയിലേക്ക് പോയൊരു വീഡിയോ ആണ്. അപ്പോൾ വേഗം കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിച്ച കേട്ടോ. വീഡിയോ എടുക്കാനുള്ള എനർജിയും കുറഞ്ഞുകൊണ്ട് വരിക കേട്ടോ. പുറമേയുള്ള കമൻറ്റ്, ഫാമിലിയിലെ സപ്പോർട്ട് കുറവ് മൂലം പുറത്തുനിന്നുള്ള കമൻസും ഉണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ളത്. ഈ പണിയില്ലാത്തവർ ചെയ്യുന്ന പണിയാണോ യൂട്യൂബ് ചാനൽ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മളെപ്പോലത്തെ സ്ത്രീകൾക്ക് കുട്ടികളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു പോയൊരു ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഇറങ്ങുന്ന ഒരു ഫീൽഡാണ് യൂട്യൂബ് ചാനൽ. അതിൽ നിന്നൊരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രവും എല്ലാവരും വീഡിയോസ് എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും, അല്ലാതെ ടൈം പാസിനോ വേറെ പണിയില്ലായിട്ടോ അല്ല. യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് ഇതിൽ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഇൻകം പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ഇടുന്നവർക്ക് ഇത് ചെറിയ പണിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുക്കിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മജ്ലിസ് നൂറിൻ്റെ അനൗൺസ്മെൻറ്റ് പാസ് ചെയ്തത് കേട്ടോ. പിന്നൊന്നും നോക്കിയില്ല, എല്ലാവരും കൂടി ഒരുക്കി പെറുക്കി വണ്ടിയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മജ്ലിസ് നൂറിനുള്ള പോക്കല്ല, ഒരു കല്യാണത്തിനാട്ടോ. കല്യാണം ഹസ്ബൻ്റെ വീട്ടിൽ ആണ്, ഹസ്ബൻ്റെ കസിൻ്റെ കല്യാണം കേട്ടോ. അങ്ങനെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ തലവേദന ഈ തലവേദനയാണ്. അതായത് ഒരാൾക്ക് ഡ്രസ്സ് പറ്റുമ്പോൾ ഒരാൾക്ക് ചെരുപ്പ് പറ്റൂല, ഒരാൾക്ക് ഓല തന്നെ പറ്റൂല. അങ്ങനെ അപ്പോൾ അവരൊക്കെ എല്ലാം പറ്റിച്ച് റെഡിയാക്കി ഇവരൊക്കെ ഒരുക്കി ഒരു കല്യാണത്തിന് പോകുമ്പോൾ വിചാരിക്കും ഈ പണിക്ക് നിൽക്കാതെ ഉള്ള വെള്ളം കുടിച്ചിട്ട് അവരാരെ പെരിയിലിരിക്കുകയാണ് നല്ലത് എന്ന്. അതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ തലവേദന. അപ്പോൾ ഇതാ ഈ വണ്ടി എങ്ങനെ തീരുമാനമാക്കുക എന്ന ഒരു ഇതിലാണ് എൻ്റെ മക്കൾ കേട്ടോ. അങ്ങനെ തട്ടിമുട്ടി നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. കല്യാണ വീടല്ല കേട്ടോ, സോറി, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. കുഞ്ഞും ഓഡിറ്റോറിയം കേട്ടോ, ഏരുള്ള, അതായത് തിരൂർ ഏരിയയിൽ വരുന്ന. കസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളായിട്ട് അങ്ങനെ വലിയ കമ്പനിയും ഇതൊന്നുമില്ല കേട്ടോ. പക്ഷേ 2-3 വട്ടം കണ്ടിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവരെ ക്യാരക്ടർ പറഞ്ഞാൽ നല്ല അടിപൊളി ക്യാരക്ടർ. നമ്മളായിട്ട് മുന്നേ പരിചയമുള്ള പോലെ അത്രയും ഭയങ്കര ഇതായിട്ട് കേട്ടോ നമ്മളോട് സംസാരിച്ചതും പെരുമാറിയതൊക്കെ അത്രയും ഭയങ്കര കമ്പനിയായിരുന്നു. ആദ്യം ക്ലാസ്സുകൾ മാത്രം കണ്ടപ്പോൾ വിചാരിച്ച് പഠിച്ചറപ്പം ജ്യൂസൊക്കെ കഴിഞ്ഞാണ്. പക്ഷേ ഇല്ല, വെൽക്കം ഡ്രിങ്കൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ തോനെ കാണുമ്പോൾ പിന്നെ മക്കൾക്ക് ഇതിലേതെടുക്കുന്നുള്ള കൺഫ്യൂസ്ഡ് ആണല്ലോ. അങ്ങനെ ഇതാ ഓരോന്നെടുത്ത് കുടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു പാത്തുവിൻ്റെ കൈയായിട്ടോ അങ്ങനെ നോക്കുക, ഇതിപ്പോൾ ക്ലാസ് കിട്ടുമോ എന്ത് ചെയ്യും ഞാൻ എന്നുള്ള കൺഫ്യൂസ്ഡിലോ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കയറി കേട്ടോ. നന്നായിട്ട് ഓഡിറ്റോറിയം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ പാട്ട് കല്യാണത്തിന് വന്നാൽ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ മണവാട്ടി. അപ്പോൾ ഇതാട്ടോ മണവാട്ടി, ഇതാണ് മണവാട്ടിൻ്റെ അനിയത്തി. ഇവർ രണ്ടാളും അങ്ങനെ കേട്ടോ, അനിയത്തി അത്രയും ഭയങ്കര ടച്ചാട്ടോ. മണവാട്ടിനായിട്ടോള് അവളെ ഡ്രസ്സ് തന്നെ, പിന്നെ അവൾ മെഹന്തി ഒക്കെ ഇട്ടിക്കണേ. പക്ഷെ അവളെ മൂഡ് അത്ര ശരിയല്ല, അവൾക്ക് നല്ല പനിയാട്ടാ. പിന്നെ സെക്കൻഡ് വൺ ഫുഡ് ഒരു 2-3 ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബിരിയാണി മന്തിയൊക്കെ ആയിട്ട്. ഇത് പിന്നെ ഞാൻ ചൂസ് ചെയ്തത് ഇതാട്ടാ. ഇത് സുർബിയാനി മന്തി എന്ന് പറഞ്ഞ ഒരു അറബിക് ഡിഷാണ്. അല്ല സോറി, ഡിഷല്ല, അറബിക് ഫുഡാട്ടോ. അങ്ങനെയാണ് പറഞ്ഞ് കേട്ടത്. പിന്നെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മോനിക്ക് പിന്നെ കല്യാണ വീട്ടിൽ വന്നാലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുറത്ത് പോയാൽ ഫസ്റ്റ് ഓഫ് ഓൾ വെള്ളം, അതാണ്. അത് എന്നിട്ട് തുറക്കുക, കുടിക്കുക, അത് കുടിച്ച് പള്ളർക്കലാണ് ഓൻ്റെ പണിയിട്ടാ. പിന്നെ മറ്റാൾക്കാരുടെ കാര്യം പിന്നെ പറയണ്ട. അവൾ പിന്നെ ചോറിനെക്കാട്ടിയും വല്ല വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ആദ്യം തിന്നുക. അങ്ങനെ ഓള് അതാ ഇതാട്ടോ, എന്താ പറയുക, ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓള് ചോറൊന്നും അധികം കഴിച്ചില്ല, ബ്രോസ്റ്റ് എന്നിട്ട് വയറ് നിറക്കുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചെറിയ സ്നാക്ക് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാട്ടോ. അപ്പോൾ ഇവർ ഇത് ആദ്യം തന്നെ പോകുമ്പോൾ തന്നെ നോട്ട് ചെയ്തിട്ട് പറയണം, വെച്ചാൽ നമ്മളെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് വരുമ്പോൾ ഇത് ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട്.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ നല്ല പാട്ടെടുക്കണം. പക്ഷെ ഇവിടത്തേനെക്കാട്ടും തിരക്ക് കല്യാണപ്പരിയിൽ എവിടെയാണെന്ന് അറിയാം ഇവൻ്റെ എടുത്താവൂട്ടാ. കാരണം ഇവിടെയാണ് ആ സംഭവം മറിച്ചിടേണ്ടിയിരുന്നു. പിന്നെ ഓനെന്തോ ഓൻ്റെ കരുത്താൽ പിടിച്ചമർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണേ. പിന്നെ ഞങ്ങൾ ഈ ഏരിയയിൽ നിൽക്കൂല, കിട്ടിയാൽ പിന്നെ ഞങ്ങൾ പോയി നിങ്ങളെ വാടായി എന്നുള്ളതിൽ എൻ്റെ കുട്ടി കഴിച്ചിലേക്കണം കേട്ടോ. അങ്ങനെ ഇവിടെ പിന്നെ വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഐറ്റംസ് തോനെ ഇവിടെയാണ്. പക്ഷെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ ഫുള്ള് കുറച്ച് പ്രായമായ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ടാ ഞങ്ങളെ കല്യാണ വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ കിട്ടിയതും വാങ്ങിയതും തിന്നതൊക്കെ ആയിട്ട് ഞങ്ങൾ പോന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷൻ്റെ കുലുക്കം കൂടും തോറും പോപ്കോണിൻ്റെ എണ്ണം കുറയുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ കഴിച്ചിട്ടുണ്ട്, ബാക്കി കുറേയൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ സങ്കടമാണ് ഈ കാണുന്നതും ഈ കേൾക്കുന്നതും. ഇപ്പം നിങ്ങൾക്കും ഞാൻ പറഞ്ഞ തലവേദന ചെറുങ്ങനെ വരുന്നില്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞത് ബുള്ളറ്റ് കല്യാണത്തിന് പോവല് നടക്കൂലെന്ന്. പോപ്കോൺ തീർന്നാ അതോ മഞ്ഞ കളർ പിന്നെ ആപ്പാപ്പ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഓനെ പറ്റിച്ചിരിക്കണം കേട്ടോ. ഓൻ ഇവിടെ മുട്ടായി മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്കൂളിലേക്കുള്ള അച്ചാർ മതിയല്ലോ കേട്ടോ, അച്ചാർ അടിച്ചൊക്കെ കേട്ടോ. ആപ്പാപ്പ പിന്നെ തൊട്ട് പിന്നലെ സ്കൂട്ടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. നല്ല പാടങ്ങളും പശുക്കളൊക്കെ കണ്ടപ്പോൾ പോപ്കോണിൻ്റെ കരച്ചിൽ അങ്ങനെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ ഗേറ്റും കൂടെ കണ്ടപ്പോൾ ഫുൾ ഓഫ് ഹാപ്പി ആയിട്ടാണ് അവർക്ക്. എൻ്റെ മോൻക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട് വിട്ട് എവിടെ പോയാലും ഓനക്ക് വീട്ടിൽ വന്നുള്ള ആ ഒരു ഹാപ്പിനെസ് വേറെ ഒന്നും കിട്ടൂല കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യമൊക്കെ മേടിച്ചിരുന്ന് അതൊക്കെ എൻ്റെ മോള് ഓരോന്നോരോന്ന് കവറിലൊന്നല്ല കേട്ടോ, ഓരോന്നോരോന്ന് കൈ കൊടുന്നു തരികയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ തലവേദനൻ്റെ കാര്യം. ഇനി മറ്റാൾ ഓടിച്ചാടി എല്ലാവരോടും കല്യാണത്തിന് പോയ കഥയും അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ പറയുക കേട്ടോ. ഈ മുതലൊന്ന് ഓർക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.